2026 നല്ലൊരു രാജ്യത്ത് പോയിട്ട് ഇല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് PR കിട്ടി സെറ്റിൽ ആവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു രാജ്യമാണിത്. കാരണം മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ UK ആണെങ്കിൽ 10 കൊല്ലം വേണം PR കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നുവെച്ചാൽ ഈ കൺട്രിയിൽ ഇപ്പൊ 2026 കുറെ ചേഞ്ചസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ ആദ്യം പറയാം. കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് ഈ രാജ്യമാണ് ഹാപ്പിയസ്റ്റ് കൺട്രി എന്നറിയപ്പെടുന്നത്. സമാധാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്രൈം റേറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ക്രൈം റേറ്റ് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്ന്. അതുമല്ലാതെ ഇപ്പൊ നമുക്ക് ജോലിയില്ല അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ മണി 80,000 രൂപയോ അടുത്തോളം അക്കൗണ്ടിലേക്ക് ഇവിടുത്തെ ഗവൺമെന്റ് ഇടും. നമ്മൾ താമസിക്കുന്നത് റെന്റഡ് ഹൗസിനാണെങ്കിൽ ഏകദേശം 50%, 50% മുകളിൽ നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും ആ റെന്റ് അടയ്ക്കാൻ വേണ്ടി. ഒരുപാട് സവിശേഷതകൾ. അതുമല്ലാതെ മെറ്റേണിറ്റി ലീവ് ഏകദേശം 6 മാസം തുടങ്ങി 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന മെറ്റേണിറ്റി ലീവുകൾ. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് തരുന്നത്. ഇപ്പൊ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഈ രാജ്യം ഏതാണെന്ന്. മനസ്സിലാത്തവർക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. രാജ്യത്തിന്റെ പേരാണ് ഫിൻലൻഡ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഈ ഗവൺമെന്റ് 2026 ഒരു പുതിയ ചേഞ്ചും കൂടെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ ഫിൻലൻഡിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ സ്റ്റാറ്റസിൽ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് ആ കംപ്ലീറ്റ് ആക്കിയ ആ ടൈമിൽ തന്നെ PR അപ്ലൈ ചെയ്യാം. അപ്പോൾ PR എങ്ങനെ കിട്ടും? PR കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിൻലൻഡിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി നമുക്ക് കിട്ടിയാൽ മതി. ഡിഗ്രി പഠിച്ചതിന് ശേഷം നമ്മുടെ വിസ സ്റ്റാറ്റസ് A ആണെങ്കിൽ നമ്മളിതിന് എലിജിബിൾ ആണ് എന്നാണ് അർത്ഥം. അതിന് ജോലി വേണ്ട, അതിന് വേറെ ഒരു ബാധ്യതകളും വേണ്ട. നമുക്ക് ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് നോർമലി ഒരു A2 ലെവൽ മതി. A2 ലെവൽ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ഏകദേശം 3 to 4 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ടെസ്റ്റ് നമുക്ക് ഒന്നുമില്ല പാസ്സാകാം, ഇല്ലെങ്കിൽ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഓരോ സ്കോറുണ്ട്. ആ സ്കോർ ഏകദേശം 15 സ്കോർ കിട്ടിയാൽ മതി. നമ്മൾ ഇതിന് എലിജിബിൾ ആണ് എന്നാണ് അർത്ഥം. ഇതിന് പ്രത്യേകം ജോലി വേണ്ട, അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. ഇപ്പം ഇത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അല്ലെങ്കിൽ 4 വർഷത്തെ ഇല്ലെങ്കിൽ 6 വർഷത്തെ ഓപ്ഷനേ ഉള്ളൂ PRന് വേണ്ടി. അതിനും ഇവർ ലാംഗ്വേജ് ലെവൽ പറയുന്നത് B2 ലെവലാണ്. അതിന് നമ്മൾ ജോലി വേണം, നമുക്ക് ഇത്ര ഇൻകം റിക്വയർമെൻറ്റ് വേണം, അങ്ങനെ കുറേ നൂലാമാലകളാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് 2026 അവർ കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു പുതിയ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ എല്ലാ രാജ്യങ്ങളെയും പോലെ നമ്മുടെ ഫിൻലൻഡിലും കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഇല്ലെങ്കിൽ വെതറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം നമുക്ക് മറികടക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. ഒരു രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ, ഒരു പുതിയ രാജ്യത്തിലേക്ക് നമ്മൾ പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം നമ്മൾ തരണം ചെയ്യണം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു രാജ്യമാണ് ഫിൻലൻഡ്. അപ്പൊ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ, ഇവിടുത്തെ പ്രോബ്ലംസും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ഡിഗ്രി ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ അപ്ലൈ സഹായമൊന്നും വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ. വളരെ ഈസി പ്രോസസ്സാണത്. എല്ലാം അവരുടെ സൈറ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, കമന്റ് ഇട്ടാൽ മതി. നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാർ ഫ്രം കേരള എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ.